ഗായ്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ജംപ്സ് ചലഞ്ച് ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു ജംപ്സ് ഗെയിം ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല അഞ്ച് ഗെയിമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ ജംപ്സ് വെച്ചിട്ട് ഒരു 5 ഗെയിമാണ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ ജംപ്സ് ഇതിനകത്ത് പൊട്ടിച്ചിടൽ തന്നെ ഒരു ടാസ്ക് ആണ്. നമ്മൾ ഇതിനകത്ത് പൊട്ടിച്ചിടൽ തന്നെ നമ്മളൊരു ഗെയിം ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മളെ കയ്യില് ഓരോരുത്തരുടെയും കയ്യിൽ 6 പാക്കറ്റ് ജംസ് ഉണ്ട്. അത് പെട്ടെന്ന് ആദ്യം പൊട്ടിച്ചിട്ട് കഴിഞ്ഞവര് കൈയടിക്കാം. ഒരു വിന്നർ, അതാണ് ഫസ്റ്റ് റൗണ്ട്. ബാക്കി ഇൻട്രസ്റ്റിംഗ് ഗെയിമുമായിട്ട് അടുത്ത റൗണ്ട് ആയിട്ട് വരാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഗെയിമിലോട്ട് ഇടണല്ലോ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? സ്റ്റാർട്ട് എന്ന് പറയുമ്പോ പൊട്ടിച്ചിടാൻ തുടങ്ങും. അതിനകത്ത് ആദ്യം പൊട്ടിച്ചു കഴിഞ്ഞിട്ട് കൈയടിക്കണം. റെഡി? അപ്പോ അത് നമുക്ക് തുടങ്ങാം അല്ലേ. റെഡി, 1 2 3 സ്റ്റാർട്ട്. കിട്ടുന്നില്ലല്ലോ, അത് പുറത്തു പോയ ഔട്ടാട്ടോ. എന്റെ 2 ആയേ. അടിപൊളി ഗൈസ്, സമന്റെ ജംസ് ഒക്കെ ചെതറി പോയിരിക്കാണ്. കുഴപ്പമില്ല, അടുത്ത പൊട്ടിച്ചിട്ടോ അത് പോയി എന്തായാലും. ത്രീ ആയിട്ടോ. കിട്ടുന്നുണ്ടോ? വിചാരിച്ച പോലെ അല്ലേ? അല്ലേ? ചൈന കൈ അടിച്ചോട്ടോ. ചൈന കഴിഞ്ഞോ? ഓ, എന്റെ കഴിഞ്ഞില്ല. എന്റെ 5th ആയുള്ളൂ. ഇനി ഒരു ബാക്കും കൂടി ഉണ്ട്. കൈ അങ്ങോട്ട് നീറ്റടിച്ചോ, എന്റെ കഴിഞ്ഞല്ലേ. അപ്പൊ ഗൈസ്, ഈ റൗണ്ടില് സമയാണ് വിന്നർ. സമ ജയിച്ചിരിക്കാണ്. ഞാൻ കുറച്ച് സ്ലോ ആയിപ്പോയി. പക്ഷെ സമന്റെ കുറച്ച് ജംസ് ചെതറി പോയായിരുന്നു കേട്ടോ. അത് കൂട്ടണോ? കുഴപ്പമില്ല, നീ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്തതല്ലേ. ഏത് അബദ്ധം പറ്റുന്നതാണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചലഞ്ചായിട്ട് വരാം. ഇതിനകത്ത് എന്തെങ്കിലും ബാക്കിയുണ്ടോ നോക്കിക്കോ കേട്ടോ. വേറെ എന്തെങ്കിലും ബാക്കിയുണ്ടോ നോക്കിക്കോ. ഇല്ല. ഓക്കെ, അപ്പൊ ഫസ്റ്റ് റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കിനി അടുത്ത റൗണ്ടിലോട്ട് പോവാം. അപ്പൊ ഗൈസ്, നമ്മൾ സെക്കൻഡ് റൗണ്ടിൽ എത്തിക്കുകയാണ്. യെസ്, സെക്കൻഡ് റൗണ്ടിൽ എന്താ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞങ്ങൾ 2 പേരുണ്ട്. ഓരോരുത്തരും ഓരോ കളർ പറയും. ഞാൻ ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ബ്ലൂ പെറുക്കി ഇതിനകത്തോട്ട് ഇടണം. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഓരോന്നായിട്ട് പെറുക്കിടാൻ പറ്റുള്ളൂ. അപ്പൊ ടൈമർ ഉണ്ട്. 10 സെക്കൻഡ്, സോറി 5 സെക്കൻഡ് മാത്രമേ സമയമുള്ളൂ. 5 സെക്കൻഡിനുള്ളിൽ എത്ര വേണേലും പെറുക്കിടാം. അത് കഴിഞ്ഞ് അടുത്ത ആൾ അടുത്ത കളർ പറയും. ഓക്കെ, അങ്ങനെയാണ് ഗെയിം. അപ്പൊ നമ്മള് 2 പേരുണ്ട്. 2 പേരിൽ 3 വീതം കളേഴ്സ് പറയാം. 5 സെക്കൻഡ് മാത്രം സമയം തരും. അതിനുള്ളിൽ എത്ര നടച്ച് പെറുക്കിടാം. ലാസ്റ്റ് കൗണ്ട് ചെയ്യും. കൂടുതൽ ആർക്കാണ് കിട്ടിയ അവരാണ് വിന്നർ. ഈ ഒരു ഗെയിമിൽ ഞാൻ സ്കോർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് നീ പറഞ്ഞു. ആദ്യം കളർ പറഞ്ഞു, എന്നിട്ട് ടൈമർ ഓൺ ചെയ്യാം. ബ്ലൂ ആണല്ലേ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ടൈം ഔട്ട്. ഓക്കെ, അപ്പൊ ടൈം കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ പറയാം. ഗ്രീൻ. ആയിട്ടില്ല. റെഡി, 1 2 3 സ്റ്റാർട്ട്. ടൈം ഔട്ട്. ഓക്കെ, ഇതിന് സൗണ്ട് കുറവാണല്ലേ. ഓക്കെ, നമുക്ക് കുറച്ച് സൗണ്ട് കൂട്ടിയേക്കാം. അടുത്ത കളർ ഞാൻ പറയാം. ഇനി നീ അല്ല പറഞ്ഞോ. പർപ്പിൾ. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. ടൈം ഔട്ട്. നെറ്റി പോയോ? അതിന്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ, ജസ്റ്റ് കിട്ടേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പിങ്ക്. ആയിട്ടില്ല. പിങ്ക്. റെഡി, 1 2 3 സ്റ്റാർട്ട്. ടൈം ഔട്ട്. നെക്സ്റ്റ് ഞാൻ പറയാം.
റെഡ് ആയിട്ടില്ല. റെഡി 1 2 3. നെക്സ്റ്റ് ആണല്ലോ പറഞ്ഞത്. ഞാൻ പിങ്ക് പറഞ്ഞല്ലേ? ഓക്കെ നീ പറഞ്ഞോ. യെല്ലോ. ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട്. ഇത് കിട്ടുന്നില്ല കേട്ടോ. ടൈം ഔട്ട്. അയ്യോ നെക്സ്റ്റ് ഞാൻ പറയാം. ഇത് ലാസ്റ്റ് പറയാ. ലാസ്റ്റ് റൗണ്ട് ആണ്. ഇനിയുണ്ടല്ലോ 1-2 കളേഴ്സ് ഒക്കെ. റെഡി അല്ല കളർ പറയാം അല്ലേ? റെഡ്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഓരോന്നോരോന്നേ പെറുക്കിടാൻ പറ്റുള്ളൂ കേട്ടോ. റെഡ് കഴിഞ്ഞല്ലേ? ടൈം ഔട്ട്. ഓക്കെ റെഡ് കഴിഞ്ഞാ? എന്റെ കുറെ ഉണ്ടായിരുന്നു റെഡിനകത്ത് റെഡ് പറഞ്ഞു. ഓക്കെ ഗൈസ്, നമ്മുടെ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി കൗണ്ട് ചെയ്ത് നോക്കാം. എനിക്കോ ആദ്യം ഞാൻ എണ്ണം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40. നീ എന്നിട്ട് പറയാ. കളറായോ? 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33. ഈ ഒരു റൗണ്ടിൽ ഞാനാണ് വിന്നർ. ഓക്കെ നമുക്ക് പോയിന്റ്സ് ഈക്വൽ ആയി. ഫസ്റ്റ് റൗണ്ടിൽ സമ, സെക്കൻഡ് റൗണ്ടിൽ ഞാൻ. ഓക്കെ അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് റൗണ്ടിലോട്ട് പോവാം. തേർഡ് റൗണ്ടിലോട്ട് പോവാം. യെസ്, നമ്മുടെ അടുത്ത റൗണ്ട് ഇതാണ്. നമ്മള് സ്പൂണോണ്ട് ഞാൻ പിടിച്ചിട്ട് ഇത് കിടണം. അത് കൈ കൊണ്ട് തൊടാൻ പറ്റില്ല. നമ്മള് വായിൽ സ്പൂൺ വെക്കുക, എന്നിട്ട് ഇതിനകത്ത് ജംസ് ഇതിലോട്ട് ഇടുക. കൈ കൊണ്ട് തൊട്ടതിന് ഔട്ടാണ്. അതുപോലെ സ്പൂൺ വായിൽ തെറിച്ച് വീണാലും ഔട്ടാണ്. ജംസ് തെറിച്ച് വീണാലും കുഴപ്പമില്ല, സ്പൂൺ തെറിച്ച് വീണാൽ ഔട്ടാണ്. ദെൻ ഒരു 30 സെക്കൻഡ് ടൈം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ 30 സെക്കൻഡിന്റെ ഉള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ അപ്പൊ 30 സെക്കൻഡിനുള്ളിൽ ആരാണോ ഏറ്റവും കൂടുതൽ ജംസ് ഇതിനകത്തോട്ടിട്ട് അവരാണ് വിന്നർ. റെഡി? സ്റ്റാർട്ട് ചെയ്യല്ലേ? റെഡി 1 2 3 സ്റ്റാർട്ട്. ടൈം ഔട്ടായി. ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. ടൈം ഔട്ടായി. അപ്പൊ ഞാനിതാ ഇത്രയാണ് ഇട്ടിട്ടുള്ളത്. നമ്മുടെ അത് കൊറേ ഉണ്ടല്ലോ. അത് നമുക്ക് എന്തായാലും കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 60 70 19 20 21 21 22 23. 23. ഞങ്ങള് ഈക്വൽ ആയിട്ടാണ് ഗൈസ് കിട്ടിയിട്ടുള്ളത്. രണ്ടുപേർക്കും 23. അപ്പൊ ഈ പോയിന്റ് നമുക്ക് ബാലൻസ് ചെയ്തെടുക്കാം അല്ലെ? നമുക്ക് നെക്സ്റ്റ് 2 റൗണ്ട് വേണ്ടി ബാക്കിയുണ്ട്. എന്നാലും എങ്ങനെ 23 കിട്ടി? ഞാൻ നല്ല ഫാസ്റ്റ് ആയി ചെയ്താണ്. നിന്നെ തോപ്പിക്കുന്നുള്ളൊരു ഇതുണ്ടായിരുന്നു എനിക്ക്. പോയി ഒരാളിവിടെ ഈ റൗണ്ടിൽ എനിക്ക് തോറ്റി തരണം, സെക്കൻഡ് റൗണ്ട് നീ ജയിച്ചില്ലെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗ് അടിച്ചിരിക്കുന്നു. ഓക്കെ അപ്പൊ നമുക്ക് നമ്മൾ ഈക്വൽ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ദെൻ നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലോട്ട് പോവാം. ഓക്കെ ഇതിൽ നമ്മള് ഒരു ക്രിയേറ്റീവ് ആയിട്ടൊരു സംഭവം ഉണ്ടാക്കാൻ പോണത്. എന്താണ്? ബട്ടർഫ്ലൈ. ഓക്കെ ബട്ടർഫ്ലൈ. നമ്മൾ ജംസ് വെച്ചിട്ട് ഒരു ബട്ടർഫ്ലൈ ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ നമ്മുടെ നമ്മുടെ ക്രിയേറ്റിവിറ്റി, അങ്ങനെ ക്രിയേറ്റീവ് മൈൻഡ്, ടൈം ലിമിറ്റ് വെക്കാം. ഓക്കെ ഒരു 1 മിനിറ്റ് സമയം വെക്കാം. 1 മിനിറ്റിനകത്ത് നമ്മൾ ഈ ജംസ് വെച്ചിട്ട് ഒരു ബട്ടർഫ്ലൈ ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ അപ്പൊ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ആരാണോ ബട്ടർഫ്ലൈ ഉണ്ടാക്കിയത് അവരായിരിക്കും വിന്നർ. ഇപ്പൊ നമ്മള് എങ്ങനെയാ നിൽക്കുന്നത്? രണ്ടുപേരും 2 പോയിന്റ്സ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ?
അത് നമുക്ക് ഓക്കെ, ഇത് ബൗളിൽ തന്നെ ഇരുന്നോട്ടെ, ഇവിടെ ജസ്റ്റ് ക്യാമറയിൽ കണ്ടോട്ടെ കേട്ടോ. ഓക്കെ, അത് സ്റ്റാർട്ട് ചെയ്താലോ? ടൈം ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. ടൈം ഉണ്ട് ട്ടോ നമുക്ക്. ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ബട്ടർഫ്ലൈ എങ്ങനെയാണ് ഉണ്ടാക്കുക? ഞാൻ മറന്നിട്ട് കേട്ടോ, ശരിക്കും മറന്നിക്കണ്. ഞാൻ എന്തേലൊക്കെ കാട്ടാണ്. കോപ്പി അടിക്കരുത് കേട്ടോ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടായിരുന്നു. ഗൈസ്, സമ നന്നായിട്ട് ചിത്രം വരക്കും. അവൾക്ക് ഇതൊന്നും ഒരു ടാസ്ക് ആയിരിക്കില്ല. ഞാനാണെങ്കിൽ ചിത്രം വരയുടെ ABCD പോലും എനിക്കറിയാൻ പാടില്ല. നിങ്ങൾക്ക് ഈ കാർട്ടൂൺ ക്യാരക്ടേഴ്സും പിക്ചറൊക്കെ വരയ്ക്കാണ്ടാവില്ലേ? നമ്മൾ ഈ ഒരു ഫീൽഡ് വിട്ടിട്ട് കുറച്ച് സമയമായി. ആക്ച്വലി സമയം കഴിഞ്ഞിട്ടുണ്ട്. നീ കംപ്ലീറ്റ് ആക്കിയില്ലല്ലോ? ഇല്ല, നമുക്ക് എന്തായാലും കംപ്ലീറ്റ് ആക്കാം. സമയം കഴിഞ്ഞ് രണ്ടാളുടെയും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ആദ്യം കംപ്ലീറ്റ് ആക്കിയ ഒരു കൈ അടിക്കാം കേട്ടോ. അതുണ്ടോ? ആ പിന്നെ, എന്തായാലും സമയത്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. എന്റെ കയ്യില് അതല്ല, എന്റെ ബട്ടർഫ്ലൈ ആണ് അടിപൊളി. അല്ല, എന്റെ ബട്ടർഫ്ലൈ. എനിക്ക് തോന്നുന്നു എന്റെ ബട്ടർഫ്ലൈ അടിപൊളി, ഇയാൾക്ക് തോന്നുന്നു ഇയാളുടെ ബട്ടർഫ്ലൈ അടിപൊളി. ഇതിൽ ആരെ ബട്ടർഫ്ലൈ അടിപൊളി എന്നുള്ളത്, അടിപൊളി എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. അതിന്റെ വാൽ ഇങ്ങനെയല്ലേ കൊടുക്കുക? ഓക്കെ, അതില് സമ കുറച്ചുകൂടി കളർ പാറ്റേൺ ഒക്കെ ചെയ്തിട്ടുണ്ട്. കളർ കുറച്ചും കൂടി പറ്റുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനാണെങ്കിൽ കളേഴ്സ് നോക്കാണ്ടാണ് ഇവിടെ കണ്ടോ മൾട്ടി കളർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മാത്രമേ ഉള്ളൂ എന്ത് ഒരേ കളർ വെച്ച് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും കളേഴ്സ്. ഞാൻ എല്ലാതും കളർ കോമ്പിനേഷൻ ആയിട്ടാണ് ചെയ്തിട്ടില്ലേ. ഇതൊരു കളർ, ഇതൊരു കളർ, ഇതൊരു കളർ, ഇതൊരു കളർ, ഇതൊരു കളർ. അപ്പൊ നമുക്ക് എന്തായാലും മാർക്ക് സമയ്ക്ക് കൊടുക്കാം. സമ ജയിച്ചു, വേറെ നിർത്തിയില്ല. അവളാണ് കുറച്ചുകൂടി നന്നായി ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതൊരു ക്രിയേറ്റീവ് ഗെയിം ആയിരുന്നു. നമ്മുടെ ക്രിയേറ്റിവിറ്റി എങ്ങനെയുണ്ട് ടെസ്റ്റ് ചെയ്യാനുള്ളൊരു ഗെയിമും കൂടി ആയിരുന്നു. അതിനകത്ത് സമ അതിമനോഹരമായി വിജയിച്ചിട്ടുണ്ട്. നമ്മുടെ 4th റൗണ്ടും കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഗൈസ്. ഇനി നമ്മുടെ 5th റൗണ്ടിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ ഗൈസ്, ഇത് ലാസ്റ്റ് റൗണ്ട് ആണ്. ലാസ്റ്റ് റൗണ്ടത്തെ ഗെയിം എന്ന് പറയുന്നത് എന്താ? പോയിസൺ ഗെയിം. ഓക്കെ, എല്ലാവർക്കും അറിയണം, പോയിസൺ ഗെയിം. എല്ലാവർക്കും അറിയണ്ടാവും ഈ ഗെയിം പോയിസൺ ഗെയിമാണ്. ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ഞാനൊരു പോയിസൺ ആയിട്ടുള്ള ഒരു ജെംസ് ഇവിടെ വെക്കും. സമ ഒരു പോയിസൺ ആയിട്ടുള്ള ജെംസും കാണിക്കും. ഓക്കെ, അത് നമ്മൾ കാണാതെ കാണിക്കും. അല്ല, ഓരോരുത്തരും കാണാത്തവര് ആ പോയിസൺ ഏതാന്ന് കാണിച്ചു തരും. ആ ജെംസ് നമ്മളെടുത്ത് കഴിക്കാൻ പാടില്ല. അതാണ് നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, പോയിസൺ എല്ലാവർക്കും അറിയാണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ ഞാൻ തിരിഞ്ഞു വെക്കാം. സമ പോയിസൺ ഏതാന്ന് നോക്കിക്കോ. എന്റെ പോയിസൺ ഇതാണ്. ഓക്കെ, കാണിച്ചോ? കാണിച്ചു. തൊട്ട് കാണിച്ചില്ലേ? ഓക്കെ, തിരിഞ്ഞോ. എന്റെ പോയിസൺ ഇതാണ്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. നീ കഴിച്ചോ? സേഫാ? കഴിച്ചോ? കഴിച്ചിട്ടേ പറയുള്ളൂ. സേഫ്. ഞാൻ സേഫ്. സേഫ്. ഞാൻ കേട്ടെ. സേഫ്. 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 പോയി. സേഫ്.
പേടിയുണ്ടോ? ഇങ്ങനെ പേടിപ്പിക്കല്ലേ. സേഫ്. ഇതുവരെ ചത്തില്ല. ഞാൻ എന്തുകൊണ്ട് നിർത്താറിയോ? നീ എടുത്ത് ഡൗട്ടാക്കി വെച്ചില്ലേ? പോയിസൺ ആയിരുന്നു. പോയിസൺ ആയിരുന്നു. നിനക്കൊരു ചാൻസ് എടുത്തോ. ഗൈസ് ഞാൻ ചത്തു കൊന്നു തന്നെ. അപ്പൊ ഈ ഗെയിമിൽ അഗൈൻ സമ സ്കോർ ചെയ്തിട്ടുണ്ട്. നമ്മൾ എത്ര സമ 4 points ആയല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ഗെയിം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. സമയാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. നമുക്കിനി അടുത്ത ചലഞ്ചായിട്ട് വീണ്ടും വരാം അല്ലെ? ഓക്കെ, അപ്പൊ ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഒന്നും പറയാല്ല. നമുക്കിനി അടുത്ത ചലഞ്ചായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വെക്കേഷൻ ആണ്. വേറെ കൂടുതൽ വീഡിയോസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, അതുവരെ ബൈ ബൈ.